Good morning, all. Okay, ഇപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻസ് ഉള്ള 5 റീസൺസ് ആണ് നമ്മൾ പറഞ്ഞത്. അതിന്റെ റീസൺസും ദെൻ സ്ട്രാറ്റജീസും ഇംപ്രൂവ്മെന്റ്സിന്റെ ഓരോ ഫ്ലോ ചാർട്ടുകളൊക്കെയാണ് നമ്മൾ 5 റീസൺസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ വാട്ട് ക്യാൻ ഹോസ്പിറ്റൽ ഡു. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നോ ഈ പോയിന്റ്സ്? ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞോ കഴിഞ്ഞ ക്ലാസ്സിൽ? ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഓർക്കുന്നുണ്ടോ? പറഞ്ഞു. ഓക്കെ, ജസ്റ്റ് അത് തുടങ്ങി ഒന്നും കൂടി പറയുന്നതാണ് കേട്ടോ. ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഇൻ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. എന്തൊക്കെയാണ് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻസിനെ ഉൾക്കൊള്ളുന്ന ഫാക്ടേഴ്സ് എന്നാണ് പറയുന്നത്. നോക്കാം. ദ എക്സ്പെക്ടേഷൻസ് ദാറ്റ് എ പേഷ്യന്റ് ഹാസ് ഓഫ് ദ കെയർ ടീം. പേഷ്യൻസിന്റെ എന്താ പറയുന്നത്, രോഗിക്ക് കെയർ ടീമിലുള്ള പ്രതീക്ഷകൾ, അതായത് ഡോക്ടേഴ്സിലും നഴ്സസിലുമുള്ള പ്രതീക്ഷകൾ. ട്രീറ്റ്മെന്റ് പ്ലാൻസ്, ചികിത്സയുടെ പ്ലാനുകൾ, പദ്ധതികളൊക്കെ. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻസ് ബിറ്റ്വീൻ പേഷ്യന്റ് ആൻഡ് പ്രൊവൈഡേഴ്സ്. പേഷ്യന്റും അതുപോലെ തന്നെ ദാതാവ്, പ്രൊവൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ നഴ്സും ഡോക്ടേഴ്സും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, അവർ തമ്മിലുള്ള ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. വെയിറ്റ് ടൈംസ്, ഫെസിലിറ്റി, എൻവയോൺമെന്റ് ആൻഡ് കൾച്ചർ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് നമുക്ക് നോക്കുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ തന്നെ ഒത്തിരി വട്ടം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ കാര്യമാണ് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന്, അല്ലേ? അപ്പോ നമ്മൾ പറഞ്ഞു എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തുന്നത്? അതിന്റെ മെയിൻ പർപ്പസ് എന്താണ്? ഇങ്ങനെ സർവേ നടത്തുന്നതിന്റെ പർപ്പസ് എന്താണ്? കമന്റ് ചെയ്യാമോ? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞു പോയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സർവേ ചെയ്യുന്നത്? പേഷ്യന്റിന്റെ അടുത്ത് സർവേ ചെയ്യുന്നത് വെറുതെ ചുമ്മാ ടൈം പാസിന് വേണ്ടിയിട്ടാണോ ഒരു സർവേ നടത്തുന്നത്? ആണോ? എന്തിനു വേണ്ടിയിട്ടാണ്? To know about the quality of their service. Okay, അവിടുത്തെ സർവീസിന്റെ ക്വാളിറ്റി തിരിച്ചറിയാൻ, അല്ലെ? അല്ലെങ്കിൽ നമുക്ക് പറയാം പേഷ്യൻസിന്റെ ഫീഡ്ബാക്ക്. ഓരോ പേഷ്യൻസിനുമുള്ള ഫീഡ്ബാക്ക് ഒരാളുടെ അഭിപ്രായമായിരിക്കണമെന്നില്ല മറ്റൊരാളുടെ അഭിപ്രായം, അല്ലെ? സാറ്റിസ്ഫാക്ഷൻ ഇപ്പൊ നിങ്ങളുടെ ഒരു അഭിപ്രായമായിരിക്കില്ല നിങ്ങളുടെ ഒരു ഫ്രണ്ടിന്, അത് ഓരോരുത്തരുടെയും എക്സ്പീരിയൻസിൽ നിന്നുള്ളതാണ് അവരുടെ സാറ്റിസ്ഫാക്ഷൻ, അല്ലെ? നിങ്ങൾക്ക് നല്ലൊരു അനുഭവമാണ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും അതുമായിട്ട്. പക്ഷെ നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് അതുപോലെ നല്ലൊരു എക്സ്പീരിയൻസ് അവിടെ ലഭിച്ചിട്ടില്ല എങ്കിൽ അവരുടെ സാറ്റിസ്ഫാക്ഷൻ നല്ല രീതിയിൽ ആയിരിക്കില്ല, അല്ലെ? അപ്പൊ നോക്കാം എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന്. Patient satisfaction surveys catch self-reported patient evaluation of multiple touch points in the course of their medical care experience. അല്ലെ? മൾട്ടിപ്പിൾ ടച്ച് പോയിന്റ്സ് ആണ്, ഒന്നിലധികം കാര്യങ്ങളാണ് നമ്മളോട് ആ ഒരു സർവേയിൽ ചോദിക്കുന്നത്. ഒരു കാര്യം മാത്രമല്ല, അല്ലെ? ഒന്നിലധികം കാര്യങ്ങളാണ് നമ്മൾ ഒരു സർവേസിലൂടെ നമ്മളോട് ചോദിച്ച് നമ്മളുടെ ഫീഡ്ബാക്ക് എടുക്കുന്നത്. ഇപ്പൊ മെഡിക്കൽ കെയർ എക്സ്പീരിയൻസിലുള്ള നമ്മളുടെ അനുഭവങ്ങൾ, ഒന്നിലധികം മൾട്ടിപ്പിൾ ടച്ച് പോയിന്റ്സ്, ഒന്നിലധികം നമ്മളുടെ അനുഭവങ്ങളാണ് പേഷ്യന്റ് സർവേയിലൂടെ വിലയിരുത്തുന്നത്. ഡിപ്പെൻഡിങ് ഓൺ what aspect of patient satisfaction is being calculated, examples may include. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഈ സർവേയിൽ ഉൾപ്പെടുത്തേണ്ടത്? റെസ്പോൺസീവ്നെസ് ഓഫ് സ്റ്റാഫുകളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവാം. ക്ലിനീഷ്യൻസ് കമ്മ്യൂണിക്കേഷൻസ്, ക്ലിനീഷ്യൻസ് എന്ന് പറഞ്ഞാൽ ആരാണ്? മെഡിസിൻസിൽ പ്രാക്ടീസ് ചെയ്യുന്നവര്, ഡോക്ടേഴ്സും നഴ്സസും, അവരുടെ കമ്മ്യൂണിക്കേഷൻസ്. ടെക്നിക്കൽ സ്കിൽസ് ആൻഡ് ഹോസ്പിറ്റൽ എൻവയോൺമെന്റ്. ഓക്കെ, ഇപ്പോ രോഗിയുടെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് അവരുടെ അനുഭവത്തിൽ ഒന്നിലധികം കാര്യങ്ങളാണ് നമ്മൾ മെഡിക്കൽ കെയർ എക്സ്പീരിയൻസിൽ ഒന്നിലധികം മൾട്ടിപ്പിൾ ടച്ച് പോയിന്റ്സ്, ഒന്നിലധികം ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് ചോദിക്കുന്നത്. അതിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാഫുകളുടെ പ്രതികരണങ്ങള്, കമ്മ്യൂണിക്കേഷൻസ്, ടെക്നിക്കൽ സ്കിൽസ്. അതായത് അവിടെ ഇപ്പോ
കമ്പ്യൂട്ടർ സിസ്റ്റവും എല്ലാം ഓൾറെഡി അവൈലബിൾ ആണോ, എക്യുപ്മെന്റ്സുകളും കാര്യങ്ങളും ഉണ്ടോ, ദെൻ ഹോസ്പിറ്റൽ എൻവയോൺമെന്റ് മൊത്തത്തിലുള്ളൊരു അന്തരീക്ഷം, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തുന്നത് അല്ലെ. ഇപ്പോ നമുക്കറിയാം അങ്ങനെ ചെയ്തവരുണ്ടോ, സർവേ ചെയ്തിട്ടുള്ളവരുണ്ടോ, അതായത് സർവേയിൽ അറ്റൻഡ് ആയിട്ടുള്ളവരുണ്ട് കൂട്ടത്തില്. അപ്പൊ അതിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഹോസ്പിറ്റലിനെ സംബന്ധിക്കുന്ന, സ്റ്റാഫുകളെ സംബന്ധിക്കുന്ന, ചികിത്സയെ സംബന്ധിക്കുന്ന, അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ സംബന്ധിക്കുന്ന ഒന്നിലധികം ക്വസ്റ്റ്യൻസ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ആ സർവേയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാകാം. നെക്സ്റ്റ് നോക്കാം. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ക്യാൻ be generated and issued in-house, but many hospitals depend on third-party providers with experience in developing, administrating, and explaining statistically valid patient satisfaction surveys. അല്ലെ, അതായത് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ സർവേകൾ നമുക്ക് വീട്ടിൽ തന്നെയൊക്കെ ജനറേറ്റ് ചെയ്യാം. നമുക്ക് ആ ഒരു ഫോം തന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് വീട്ടിൽ വെച്ച് തന്നെ ഫിൽ ചെയ്തിട്ട് കൊടുക്കാൻ സാധിക്കും. ബട്ട് വീട്ടിൽ തന്നെ നൽകാൻ കഴിയും. ബട്ട് മെനി ഹോസ്പിറ്റൽ ഡിപ്പെൻഡ് ഓൺ തേർഡ് പാർട്ടി പ്രൊവൈഡേഴ്സ്. പക്ഷെ പല ഹോസ്പിറ്റലും തേർഡ് പാർട്ടി പ്രൊവൈഡേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന്. തേർഡ് പാർട്ടി എന്ന് വെച്ചാൽ ആരാ? തേർഡ് പാർട്ടി മറ്റ് തേർഡ് പാർട്ടി എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ക്ലെയിമുകളും ഇൻഷുറൻസിന്റെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ്സിനെയും അവരെല്ലാം കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നു. വിത്ത് എക്സ്പീരിയൻസ് ഇൻ ഡെവലപ്പിംഗ്, അഡ്മിനിസ്ട്രേറ്റിംഗ് ആൻഡ് എക്സ്പ്ലെയിനിങ് സ്റ്റാറ്റിസ്റ്റിക്കലി വാലിഡ്. സ്റ്റാറ്റിസ്റ്റിക്കലി വാലിഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, സ്ഥിതിവിവര കണക്കനുസരിച്ച്, അതായത് ഹോസ്പിറ്റലിൽ എത്ര പേഷ്യൻസുകൾ വരുന്നുണ്ട് അങ്ങനെയുള്ള ഒരു സ്ഥിതിവിവര കണക്കനുസരിച്ചിട്ട് രോഗികളുടെ സാറ്റിസ്ഫാക്ഷൻ നടത്തുകയും വിശദീകരിക്കുകയും ചെയ്യാമെന്ന്. എത്രത്തോളം പേഷ്യൻസ് ഉണ്ട് അതനുസരിച്ചിട്ട് അവർക്ക് വൈഡ് ആയിട്ടുള്ള വലിയ കുറെ ക്വസ്റ്റ്യൻ ഒക്കെ വെച്ചിട്ടുള്ള സർവീസുകളും കാര്യങ്ങളും നമുക്ക് പേഷ്യന്റിന്റെ ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട് ചെയ്യാം. അടുത്ത പാരഗ്രാഫ് എല്ലാം പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അത് അതുപോലെ തന്നെ വായിച്ച് മനസ്സിലാക്കേണ്ട ഭാഗമാണ് കേട്ടോ. അപ്പൊ അത് അതുപോലെ തന്നെ ഒന്ന് വായിക്കുക നിങ്ങൾ. A patient satisfaction survey is a set of questions used to gather feedback from patient to scale their satisfaction with the quality and care of healthcare service provider. ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ, ഒരു കൂട്ടം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ നിന്നും നമ്മളുടെ ആ ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ അറ്റൻഡ് ചെയ്തിട്ട് പേഷ്യൻസിൽ നിന്നും അവരുടെ ഫീഡ്ബാക്ക് ആണ് ആ ക്വസ്റ്റ്യൻ ആൻസറിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോ അതിലൂടെ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണോ, ഏതെല്ലാം കാര്യങ്ങളിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് നമുക്ക് പേഷ്യൻസിന്റെ ഫീഡ്ബാക്കിലൂടെ തിരിച്ചറിയാൻ സാധിക്കുന്നു. ദെൻ അതുപോലെ തന്നെ ക്വാളിറ്റി ആൻഡ് കെയർ ഓഫ് ഹെൽത്ത് കെയർ സർവീസ് പ്രൊവൈഡർ, ഗുണനിലവാരം, ക്വാളിറ്റി ഉള്ളൊരു പരിചരണം, സംതൃപ്തി അളക്കുന്ന ചോദ്യങ്ങളായിരിക്കും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവിടുത്തെ ക്വാളിറ്റി സർവീസസ് എങ്ങനെയാണ്, അവർ രോഗികളോടുള്ള സേവനം, അല്ലെങ്കിൽ അവിടുത്തെ ഫെസിലിറ്റീസ്, സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ്, സേവനങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു കൂട്ടം ക്വസ്റ്റ്യൻസ് ആണ് ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിൽ ഉൾപ്പെടുന്നത്. Then patient satisfaction survey questionnaire helps evaluate basic metric across patient care that help medical institutions in ascertaining the level of care extended in a pitfall in surveys. അതായത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗി പരിചരണത്തിൽ അല്ലെ, രോഗികളുടെ ഒരു പരിചരണത്തിൽ ഉടനീളം ഒരു അളവുകൾ വിലയിരുത്താൻ സഹായിക്കുന്നു. അതായത് മെട്രിക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ അളവുകൾ, ഒരു രോഗിക്ക് കൊടുക്കുന്ന ചികിത്സയിൽ ഉടനീളമുള്ള എല്ലാ വിവരങ്ങളും ചോദിക്കാനുള്ള ഒരു അളവുകൾ വിലയിരുത്താനാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. സെയിം ഒരേ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ വീണ്ടും വീണ്ടും പറയുന്നത്. സെന്റൻസുകൾ കുറച്ച് വ്യത്യസ്തമാക്കി തന്നു എന്നുള്ളൂ, എല്ലാത്തിലും പറയുന്ന ഒരേ കാര്യങ്ങളാണ്. പേഷ്യൻസിന്റെ അവരുടെ എക്സ്പീരിയൻസിലൂടെ, അവരുടെ അനുഭവത്തിന്റെ അളവുകൾ അല്ലെങ്കിൽ അവരുടെ ഫീഡ്ബാക്ക് ആണ് നമ്മൾ ഈ ഒരു patient satisfaction സർവേയിലൂടെ നമ്മൾ ചെയ്യുന്നത്. Then
ഓക്കെ, നെറ്റിന്റെ ഒരു ഇഷ്യൂ വന്നുകൊണ്ട് ഒരു 5 മിനിറ്റ് ബ്രേക്ക് ആയിട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കണ്ടിന്യൂ ചെയ്യുന്നതിന് ഓക്കെ ആയിട്ടുണ്ട്. വായിച്ചു നോക്കാം കേട്ടോ. നോക്കാം. സ്ക്രീൻ ക്ലിയർ അല്ലേ? സ്ക്രീൻ ഓക്കെ ആണോ? കാണുന്നില്ല. ഓക്കെ ഓക്കെ. വെയിറ്റ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിക്കാം. ഓക്കെ, നോക്കാം കേട്ടോ. The patient satisfaction questionnaire helps evaluate basic metric across patient care that help medical institutions in ascertaining level of care, extent and pitfalls in service. അല്ലേ? അപ്പൊ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രോഗിയുടെ പരിചരണത്തില് ഉടനീളമുള്ള അളവുകൾ വിലയിരുത്താനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ നിലവാരം, അതായത് അസർട്ടൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് നിലവാരം മനസ്സിലാക്കാനായിട്ട്. അതുപോലെ തന്നെ പിറ്റ് ഫോൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സർവീസിലുള്ള സേവനത്തിലുള്ള പിഴവുകൾ അല്ലെങ്കിൽ സേവനത്തിലുള്ള പോരായ്മകൾ, കുറവുകൾ കണ്ടെത്താനും ഇങ്ങനെയുള്ള ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെ നമുക്ക് ലഭിക്കുന്നു. ഫീഡ്ബാക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഏത് ഭാഗത്താണ് പോരായ്മ വന്നിരിക്കുന്നത്. ഫെസിലിറ്റീസിന്റെ ഭാഗത്തു നിന്നാണോ, ഡോക്ടേഴ്സിന്റെ സേവനത്തിന്റെ ഭാഗത്തു നിന്നാണോ, എന്താണോ, എവിടെ നിന്നാണ് നമുക്ക് പിഴവ് സംഭവിച്ചിരിക്കുന്നതെന്ന് പേഷ്യൻസിന്റെ ഫീഡ്ബാക്കിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഓക്കെ, അപ്പൊ എല്ലാ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഇപ്പൊ ചില വേർഡുകൾ നിങ്ങൾക്ക് ഇത് വായിച്ച് തന്നെ ഒന്ന് മനസ്സിലാക്കി പോകണം കേട്ടോ. നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ അത് പറഞ്ഞു പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ജസ്റ്റ് നിങ്ങളൊന്ന് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളതൊന്ന് വായിച്ച് ഒന്ന് മനസ്സിലാക്കാം കേട്ടോ. എല്ലാത്തിലും പറയുന്ന ഒരേ ഒരു കാര്യമാണ് പേഷ്യൻസിന്റെ എക്സ്പീരിയൻസിലൂടെ അവരുടെ അനുഭവങ്ങളാണ് അവരുടെ ഫീഡ്ബാക്ക് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതിലൂടെ നമുക്ക് അവരുടെ സാറ്റിസ്ഫാക്ഷൻ തിരിച്ചറിയാനും പറ്റും. എന്താണോ നമ്മുടെ ഹോസ്പിറ്റലിന്റെ പോരായ്മ അതിനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാനും സാധിക്കുന്നു. ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. വായിച്ചൊന്ന് മനസ്സിലാക്കാം. ഇനിയുള്ള ഭാഗങ്ങൾ കുറച്ച് നമ്മൾ സ്വയം വായിച്ച് മനസ്സിലാക്കേണ്ട ഭാഗങ്ങളാണ് കേട്ടോ അത്. വായിച്ചു എല്ലാവരും.
ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. അതിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. ഏതൊക്കെയാണെന്ന് അടയാളപ്പെടുത്തേണ്ട ഭാഗങ്ങൾ പറയാം. കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചെല്ലാവരും? നെക്സ്റ്റ് നോക്കാം. 6 underlying metrics which patient satisfaction have to be measured on are. രോഗിയുടെ സംതൃപ്തി അളക്കാനുള്ള 6 അടിസ്ഥാന അളവുകൾ. ഓക്കെ, നോക്കാം. ഫസ്റ്റ് വൺ, ക്വാളിറ്റി ഓഫ് മെഡിക്കൽ കെയർ. വൈദ്യപരിചരണത്തിന്റെ ഗുണനിലവാരം, നമുക്ക് ലഭിക്കുന്ന കെയറിന്റെ ഗുണനിലവാരം, ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന്. സെക്കൻഡ് വൺ, interpersonal skills displayed by medical professionals. മെഡിക്കൽ പ്രൊഫഷണൽസ് പ്രകടിപ്പിക്കുന്ന കഴിവുകൾ, അതായത് അവരുടെ കഴിവുകൾ എങ്ങനെയാണ്, മെഡിക്കൽ പ്രൊഫഷണൽസിന്റെ, ഡോക്ടേഴ്സിന്റെ കഴിവുകൾ അല്ലെങ്കിൽ നഴ്സസിന്റെ അവരുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള കഴിവുകൾ. ട്രാൻസ്പെറൻസി ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ കെയർ പ്രൊവൈഡർ ആൻഡ് പേഷ്യന്റ്. ട്രാൻസ്പെറൻസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള, നമ്മൾ പറയും അല്ലെ, സുതാര്യമായിട്ടുള്ള, വളരെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള സുതാര്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ കെയർ പ്രൊവൈഡർ ആൻഡ് പേഷ്യന്റ്. പേഷ്യന്റും കെയർ പ്രൊവൈഡർ മീൻസ് പേഷ്യൻസിന് കെയർ കൊടുക്കുന്ന വ്യക്തികൾ, നഴ്സസ് ആവാം, ഡോക്ടേഴ്സ് ആകാം, അവർ തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് ഓഫ് കെയർ. പരിചരണത്തിന്റെ എന്താണ്? സാമ്പത്തികമായിട്ടുള്ള വശങ്ങൾ, ട്രീറ്റ്മെന്റ്സിന്റെ ഫീസുകളും കാര്യങ്ങളും. ദെൻ access to doctors and other medical professionals. ഡോക്ടർമാരിലേക്കുള്ള അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷണൽസിലേക്കുള്ള ആക്സസ് മീൻസ് അവരിലേക്കുള്ള ഒരു പ്രവേശനം. അതായത് പെട്ടെന്ന് നമുക്ക് ഡോക്ടേഴ്സിനെയും കാണാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ നഴ്സസിനെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അവർ നമ്മളോട് ഇടപെടുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ അവരുമായിട്ടുള്ള ഒരു അടുപ്പം. ആക്സസിബിലിറ്റി ഓഫ് കെയർ. പരിചരണത്തിന്റെ പ്രവേശനക്ഷമത, അതായത് നല്ല രീതിയിൽ നമുക്ക് പരിചരണം ലഭിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഒത്തിരി നേരം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട വരുന്നുണ്ടോ, നമുക്ക് കൃത്യമായിട്ടുള്ള ടൈമില് കൃത്യമായിട്ടുള്ള പരിചരണം പേഷ്യൻസിന് ലഭിക്കുന്നുണ്ടോ. ഇത്രയുമാണ് 6 അണ്ടർലൈനിൽ പറയുന്നത്. അത് അതുപോലെ തന്നെ പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. 6 അണ്ടർലൈനിങ് മെട്രിക്സ് ഒന്ന് ഇമ്പോർട്ടന്റ് ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക. അത് അതുപോലെ തന്നെ പഠിക്കണം. ആ സെയിം സെന്റൻസ് തന്നെ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, then നോക്കാം. A patient satisfaction survey can be conducted anytime during an electronic medical record. Underline ചെയ്യുക, EMR, electronic medical record. അല്ലെ, നമുക്കറിയാം ഇന്ന് നമ്മൾ സർവേയും കാര്യങ്ങളൊക്കെ ഇപ്പൊ പഠിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ നമ്മൾ ഡിഗ്രി അല്ലെങ്കിൽ PG ലെവലൊക്കെ ചെയ്യുമ്പോൾ സർവേകളൊക്കെ നടത്താറുണ്ട്. ഇപ്പൊ സർവേകൾ നമ്മൾ പേപ്പർ കൊടുത്ത് ഓരോ വീടുകളിൽ പോയി സർവേ നടത്തേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? എങ്ങനെയാണ് ടെക്നോളജി പുരോഗമിച്ചു അല്ലെ? അപ്പോ നമ്മള് പേപ്പർ കൊടുത്തിട്ട് ഓരോ വീട്ടിലും പോയിട്ടാണോ സർവേ നടത്തുന്നത്? ആണോ? അല്ല അല്ലെ? എങ്ങനെയാണ് നമ്മൾ നടത്തുന്നത്? നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഒരു 100 പേർക്കിടയിൽ സർവേ നടത്താം. ഓൺലൈൻ ആയിട്ട് ചെയ്യാം അല്ലെ? നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഒരു 100 150 പേർക്കോ നമുക്ക് സർവേ നടത്താം. ലിങ്ക് അയച്ചു കൊടുത്തിട്ട് ആ ലിങ്കിലേക്ക് കയറിക്കൊണ്ട് നമുക്ക് സർവേ അവരെ കൊണ്ട് അറ്റൻഡ് ചെയ്യിപ്പിക്കാം അല്ലെ? അപ്പോ അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. അതാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്, അതായത് നമ്മൾ ഈ ഫോണുകൾ വഴിയും കമ്പ്യൂട്ടർ വഴി സിസ്റ്റം വഴിയായിട്ട് നമ്മൾ ചെയ്യുന്നത്. ആൻഡ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്, ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് എന്നും പറയും, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്, EHR EMR അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അതായത് നമ്മൾ ഇതുപോലെ ഫോണിലൂടെയും മറ്റും നമുക്ക് സർവീസുകളും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാവുന്നത്. ഇറ്റ് ക്യാൻ ബി കംപ്ലീറ്റ് ബൈ വേ ഫ്രം ഓഫ് മൊബൈലിന്റെ സാന്നിധ്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫിസിക്കൽ കോപ്പീസ് ഓഫ് സർവേസ്, വെബ്സൈറ്റ്, അതുപോലെ ഫിസിക്കൽ കോപ്പി ആയിട്ട് നമുക്ക് ചെയ്യാം സർവേ. നമ്മൾ പേപ്പർ ഓരോരുത്തർക്ക് കൊടുത്തുകൊണ്ട് അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയൊക്കെ നമുക്ക് സർവേകൾ അറ്റൻഡ് ചെയ്യാം. അതുപോലെ POS എന്ന് വെച്ചാൽ എന്താണ്? പോയിന്റ് ഓഫ് സ്കെയിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. പോയിന്റ് ഓഫ് സ്കെയിൽ അതായത് പേയ്മെന്റ് പ്രോസസ് ഒക്കെ നമ്മൾ ചെയ്യാറില്ലേ? ഒരു ഡിവൈസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ബില്ലിങ്ങിന് ഒരു ഇതുപോലെ നമ്മള് റെസിപ്റ്റ് ഒക്കെ പോലെ വരില്ലേ പേയ്മെന്റ് ചെയ്യുന്നത്?
അങ്ങനെയുള്ളതാണ് ഈ POS ഉദ്ദേശിക്കുന്നത്. പേയ്മെന്റ് പ്രോസസ് ഒക്കെ ചെയ്യുന്നത്. അതിലൂടെയും നമുക്ക് നമ്മളുടെ ഇതുപോലെയുള്ള ചെറിയ സർവേകളൊക്കെ അറ്റൻഡ് ചെയ്യാം. ദെൻ കമ്പ്യൂട്ടേഴ്സ് ഇൻ വെയിറ്റിംഗ് റൂംസ്. വെയിറ്റിംഗ് റൂംസിൽ കമ്പ്യൂട്ടർ വെക്കുകയാണെങ്കിൽ നമ്മൾ ATM-ലൊക്കെ പോയിട്ട് ടച്ച് കമ്പ്യൂട്ടറില്ലേ, അതുപോലെയും നമുക്ക് വെയിറ്റിംഗ് റൂമില് കമ്പ്യൂട്ടറില് ഈ ഇങ്ങനെ ഒരു ഇതിന്റെ നമ്മളുടെ ക്വസ്റ്റ്യൻസുകളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുന്ന ആളുകൾക്കും അതിലൂടെയും ആ കമ്പ്യൂട്ടറിലൂടെയും നമുക്ക് സർവേ അറ്റൻഡ് ചെയ്യാനും സാധിക്കും. ഓർ എനി അതർ മീഡിയം, മറ്റു ഏതെങ്കിലും മീഡിയം വഴിയും നമുക്ക് എന്ത് ചെയ്യാം, സർവേകൾ പൂർത്തിയാക്കാൻ സാധിക്കുന്നു. ഇപ്പൊ നമുക്കറിയാം അവൈലബിൾ ആണ് അല്ലെ. ഇപ്പൊ നമ്മളൊരു സർവേ നടത്തണമെങ്കിൽ ഒരു 100 പേരുടെയോ അല്ലെങ്കിൽ ഒരു 200 പേരുടെയെങ്കിലും 200 പേരുടെ സർവേ നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നടത്താൻ പറ്റും. എന്തുകൊണ്ടാണ്? ഇപ്പൊ അതിനുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഫോണിലൂടെയോ കമ്പ്യൂട്ടറിലൂടെയോ ലിങ്കുകളോ അയച്ചു കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സർവേകള് നമ്മളുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നു. ഓക്കെ, EMR-ഉം EHR-ഉം നോക്കാം, അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. ഓക്കെ, ഇനി 6 അണ്ടർലൈൻ മെട്രിക്സ് ഇമ്പോർട്ടന്റ് ആണ്. ജസ്റ്റ് ഒന്നുകൂടി വായിക്കാം, എന്നിട്ട് നിങ്ങളൊന്ന് ഒരു പ്രാവശ്യം വായിച്ചു നോക്കാം. ക്വാളിറ്റി ഓഫ് മെഡിക്കൽ കെയർ, interpersonal skills displayed by medical professionals, transparency and communication between care provider and patient, financial aspects of care, access to doctors and other medical professionals, financial aspect of care, then accessibility of care. Okay, വായിച്ചു നോക്കാം. 6 പോയിന്റ് വായിക്കാം. ദെൻ അതിന്റെ താഴെയുള്ള ഒരു ചെറിയ പാരഗ്രാഫും കൂടി ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. നമ്മൾ തന്നെ 1-2 പ്രാവശ്യം വായിച്ച് മനസ്സിലാക്കേണ്ട ഭാഗങ്ങളാണ് കേട്ടോ അത്. അതിനിടയിൽ നമുക്ക് എക്സാമ്പിൾ വെച്ച് പറയാൻ പറ്റുന്നതാണെങ്കിൽ മാക്സിമം എക്സാമ്പിൾ വെച്ച് ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ചില ഭാഗങ്ങളൊക്കെ നമ്മൾ അതുപോലെ തന്നെ വായിച്ച് മനസ്സിലാക്കേണ്ട ഭാഗങ്ങളാണ് കേട്ടോ. നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണുമല്ലോ അല്ലെ. ഒരു ഇതും കിട്ടാത്ത പോലത്തെ ഏരിയകൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. വായിച്ചു നോക്കാം കേട്ടോ. 6 പോയിന്റ്സ് വായിക്കാം. ആറ് പോയിന്റും ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്. 6 അണ്ടർലൈന്. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചോ പോയിന്റ്സ്? അണ്ടർലൈൻ ചെയ്യേണ്ടത് അണ്ടർലൈൻ ചെയ്യാട്ടോ എല്ലാവരും. ദെൻ നെക്സ്റ്റ് നോക്കാം. അണ്ടർലൈൻ ചെയ്യേണ്ടത് 6 പോയിന്റ് കംപ്ലീറ്റ് പഠിക്കണം. ഇമ്പോർട്ടന്റ് ആണ് അത്. ദെൻ EMR, EHR അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഫുൾ ഫോമുകളെല്ലാം നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ചാപ്റ്റേഴ്സിലും നമുക്ക് ഒത്തിരി ഫുൾ ഫോമുകൾ വരുന്നുണ്ട് അല്ലെ. നെക്സ്റ്റ് നോക്കാം. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ. അപ്പൊ നമ്മൾ എന്താണ് ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് കണ്ടു. അപ്പൊ ഇനി അതിന്റെ ഒരു ജസ്റ്റ് ഒരു മോഡൽ ആണ് തന്നിരിക്കുന്നത്. നോക്കാം. ഡിയർ പേഷ്യന്റ്, we are interested to know what you think about our service, your performance by completing this brief 5-minute survey in connection with your visit. Thank you for taking time to share your experience with us.
ഡേറ്റ് ഓഫ് അപ്പോയിന്റ്മെന്റ് എഴുതാം. പ്ലീസ് സർക്കിൾ യുവർ റെസ്പോൺസ്. അപ്പോ ഒരു പേഷ്യന്റിന് നമ്മൾ കൊടുക്കുന്ന ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയുടെ ഒരു ഫോമാണിത്. നോക്കാം കേട്ടോ. അപ്പൊ അതിൽ നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിനെയും നഴ്സസിനെയും എല്ലാ സർവീസിനെയും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകളായിരിക്കും. നോക്കാം. നമ്മള് ഓരോ ക്വസ്റ്റ്യനും ഉണ്ട്. അതിനെ നമ്മൾ ഓരോ ഇതിൽ തരംതിരിച്ചൊക്കെയാണ്. എക്സ്ട്രീംലി സാറ്റിസ്ഫൈഡ് 5 സ്റ്റാർ, ഏറ്റവും ടോപ്പില്. വെരി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ 4 ആണ്. സാറ്റിസ്ഫൈഡ് 3, വെരി ഡിസാറ്റിസ്ഫൈഡ് ആണെങ്കിൽ 2. അങ്ങനെയാണ് നമ്മൾ അതിന്റെ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഏതാണോ ഇപ്പൊ ഓരോ ക്വസ്റ്റ്യന് പേഷ്യന്റ് വായിച്ചു നോക്കും. എന്നിട്ട് നമ്മൾ അതില് വളരെ എക്സ്ട്രീംലി ആണോ, അല്ലെങ്കിൽ വെരി സാറ്റിസ്ഫൈഡ് ആണോ, അല്ലെങ്കിൽ നോർമലി ഒരു സാറ്റിസ്ഫൈഡ് ആണോ, അല്ലെങ്കിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ നമ്മൾ ഏതാണോ അതിൽ നമുക്ക് ജസ്റ്റ് ടിക്ക് ചെയ്താൽ മാത്രം മതി. നിങ്ങൾ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണല്ലോ. അപ്പോ നമ്മളുടെ അനുഭവം അത് ഒരാളുടെ, ഇപ്പോ നിങ്ങൾ ഒരാൾ ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല മറ്റൊരാളുടെ. അടുത്തടുത്ത് വേറെ ഒരു ഫ്രണ്ട്സിന്റെ നോക്കി കോപ്പി അടിച്ചിട്ട് ചെയ്യാൻ പറ്റുമോ സർവേ? അങ്ങനെയാണോ? കോപ്പി അടിച്ച് ചെയ്യാൻ പറ്റുമോ നമുക്ക്? നമ്മളുടെ അപ്പുറത്തിരിക്കുന്ന ആളുടെ നോക്കിയിട്ട് കോപ്പി അടിച്ചിട്ടാണോ സർവേ ചെയ്യുന്നത്? അല്ല, അല്ലെ? നമ്മുടെ ഓരോരുത്തരുടെ അഭിപ്രായമാണ്. എന്റെ ഫീഡ്ബാക്ക് പോലെ ആയിരിക്കില്ല അപ്പുറത്തിരിക്കുന്ന നമ്മളുടെ ഒരു ഫ്രണ്ടിന്റെ ഫീഡ്ബാക്ക്, അല്ലെ? അപ്പൊ നമ്മളുടെ ഓരോരുത്തരുടെയും പേഴ്സണൽ ആണത്, അല്ലെ? നമ്മളുടെ അനുഭവങ്ങളാണ്. അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ. ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ, ഈസി ഓഫ് മേക്കിംഗ്. ഈസി എന്നാണ് കേട്ടോ അത്. ഈസി ഓഫ് മേക്കിംഗ് അപ്പോയിന്റ്മെന്റ് ഫോർ ചെക്കപ്പ്. ഫിസിക്കൽ എക്സാം, വെൽ വിസിറ്റ് റൂട്ടീൻ, ഫോളോ അപ്സ്, അപ്പോയിന്റ്മെന്റ്സ്, അല്ലെ? ഈസി ഓഫ് മേക്കിംഗ്, നമ്മുടെ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ ഈസി ആയിട്ട് നടക്കുന്നുണ്ടോ? ഫിസിക്കൽ എക്സാംസ്, ടെസ്റ്റുകള്, റൊട്ടീനുകള്, ഫോളോ അപ്സുകളും അപ്പോയിന്റ്മെന്റ്സും നമുക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ടോന്ന്. അപ്പൊ നമ്മളുടെ അഭിപ്രായം ഏതാണോ അതിൽ നമുക്ക് ടിക്ക് ചെയ്യാം. നല്ല രീതിയിലാണെങ്കിൽ എക്സ്ട്രീംലി കൊടുക്കാം. ഒട്ടും നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ വെരി ഡിസാറ്റിസ്ഫൈഡിന് നമുക്ക് ടിക്ക് ചെയ്യാം അവിടെ. ഇനി സെക്കൻഡ് ചോദ്യം നോക്കാം. ദ കംഫോർട്ട് ഓഫ് ദ റിസപ്ഷൻ ഏരിയ. നിങ്ങളുടെ റിസപ്ഷൻ ഏരിയയിൽ കംഫോർട്ട് ആണോന്ന്. നമ്മൾ പറഞ്ഞില്ലേ, റിസപ്ഷനിൽ ഇരിക്കുന്നവര് ചിലപ്പോ നല്ല രീതിയിലൊക്കെ പെരുമാറാം, അല്ലെങ്കിൽ ചിലവർ റഫായിട്ടൊക്കെ പെരുമാറാം. അപ്പൊ നമ്മളുടെ എക്സ്പീരിയൻസ് എന്താണോ അത് നമ്മൾ ടിക്ക് ചെയ്യുക. ഈസി ഇൻ കോണ്ടാക്ടിങ് യുവർ ഡോക്ടർ. നമുക്ക് ഡോക്ടറെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അത് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ദെൻ കംഫോർട്ട് ഓഫ് എക്സാമിംഗ് റൂംസ്. പരിശോധനാ മുറിയിൽ നിങ്ങൾ കംഫോർട്ടബിൾ ആണോ എന്ന്. നമ്മൾ ഡോക്ടറിന്റെ റൂമിൽ ഇരിക്കുമ്പോൾ കംഫോർട്ടബിൾ ആണോ? ഫിഫ്ത്ത് ചോദ്യം, ഹൗ വാസ് ദ ക്ലീൻനെസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ വൃത്തിയെ കുറിച്ചിട്ട് എങ്ങനെയാണെന്ന് നിങ്ങളുടെ അഭിപ്രായം. നല്ല നീറ്റും ക്ലീൻ ഒക്കെ ആണോ? ഇപ്പൊ ടോയ്ലറ്റ്സും കാര്യങ്ങളൊക്കെ ക്ലീനിങ്ങും കാര്യങ്ങളാണോ? അത് ഏതാണോ നിങ്ങളുടെ അഭിപ്രായം. സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ സാറ്റിസ്ഫൈഡ്, വെരി സാറ്റിസ്ഫൈഡ്, നല്ല പക്കാ നീറ്റ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഓക്കെ. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ, വെയിറ്റിംഗ് ടൈം ഇൻ യുവർ ഓഫീസ്. ഓഫീസിൽ നമ്മൾ വെയിറ്റിംഗ് ടൈം എത്രത്തോളം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെന്ന്. Then the courtesy of the staff. Courtesy means the courtesy വെച്ചിട്ടുണ്ടെങ്കിൽ courtesy മര്യാദ. സ്റ്റാഫുകൾക്ക് അവർ മര്യാദയുണ്ടോന്ന്, മര്യാദയോട് കൂടിയാണോ നിങ്ങളോട് സംസാരിക്കുന്നതെന്ന്. എപ്പോഴും ഭയങ്കര റഫായിട്ടാണോ അല്ലെങ്കിൽ നമ്മളോടൊരു കോർട്ടസിയിലാണോ സംസാരിക്കുന്നത്. Then what is your opinion on cost of treatment. ചികിത്സയുടെ ട്രീറ്റ്മെന്റിന്റെ കോസ്റ്റ്, ചികിത്സാ ചിലവുകൾ എങ്ങനെയാണെന്ന് നമ്മളുടെ അഭിപ്രായം എന്താണോ അതിനെ കുറിച്ച്. നമ്മൾ സാറ്റിസ്ഫൈഡ് ആണോ? ചിലപ്പോൾ ഭയങ്കര ചാർജ് ആയിരിക്കും ചില ഹോസ്പിറ്റലുകളിൽ എല്ലാ കാര്യങ്ങൾക്കും. അപ്പൊ അത് നമ്മളുടെ അനുഭവം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ ടിക്ക് ചെയ്യുക. ഹൗ വാസ് അവർ ഡയഗ്നോസ്റ്റിക് സർവീസ്. ടെസ്റ്റുകളുടെ സർവീസുകൾ, സേവനങ്ങൾ എങ്ങനെയുണ്ടെന്ന് നമ്മളുടെ അനുഭവം. ലാബ് ടെസ്റ്റുകളും മറ്റും എങ്ങനെയാണെന്ന്. ദ ക്വാളിറ്റി ഓഫ് ദ കെയർ യു ഹാവ് റിസീവ്ഡ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ക്വാളിറ്റി, നല്ലൊരു ക്വാളിറ്റി കെയർ ആണോ നമുക്ക് തരുന്നത്. യു ഓവറോൾ ഒപ്പീനിയൻ ഓൺ അവർ സർവീസ്. ടോട്ടലി മൊത്തത്തിലുള്ള സർവീസിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം. ഡോക്ടേഴ്സിന്റെയും നഴ്സസിന്റെയും ക്വാളിറ്റി, സേവനങ്ങൾ എല്ലാത്തിന്റെയും അടിസ്ഥാനം ടോട്ടൽ ആയിട്ട് ഓവറോൾ നമുക്ക് എന്താണ്, സാറ്റിസ്ഫൈഡ് ആണോ, വെരി ഹൈലി സാറ്റിസ്ഫൈഡ് ആണോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അഭിപ്രായം അവിടെ നമുക്ക് ടിക്ക് ചെയ്യാം. ഓക്കെ. അപ്പോ ഇപ്പൊ ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നമ്മളുടെ പേഷ്യൻസിനെ മാത്രമല്ല ആ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിട്ടുള്ള ഓവറോൾ കാര്യങ്ങള് കവർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്, അല്ലെ?
സ്റ്റാഫിനെ സംബന്ധിച്ച് നഴ്സസിനെ, റിസപ്ഷൻ, അപ്പോയിന്റ്മെന്റ്, ക്ലീനേഴ്സ് അല്ലെ, തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ടോട്ടലായിട്ട് ഒരു ഹോസ്പിറ്റലിൽ വരുന്ന എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടുള്ളൊരു ക്വസ്റ്റിനെയർ ആണ് ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിൽ തരുന്നത്. അപ്പോ നമ്മളുടെ ഓരോരുത്തരുടെയും അനുഭവങ്ങൾ അതിലൂടെ ഫീഡ്ബാക്ക് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? മോഡൽ കണ്ടപ്പോ കുറച്ചും കൂടി ഐഡിയ കിട്ടിയില്ലേ? ക്ലിയർ ആണോ സർവേ? ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആണോ? സർവേ എന്താണെന്നുള്ള ഒരു മോഡലാണ് ഇപ്പൊ നമ്മൾ കണ്ടത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേസ് ബെനഫിറ്റ്. ഇങ്ങനെ സർവേകൾ നടത്തുന്നത് കൊണ്ടുള്ള ബെനഫിറ്റ് ആണ് ഫോർ പേഷ്യന്റ് ആൻഡ് ഹോസ്പിറ്റൽസിനും അതുപോലെ തന്നെ പേഷ്യൻസിനും ലഭിക്കുന്ന ബെനഫിറ്റ്സ്. സർവേ നടത്തുന്നത് കൊണ്ട് രണ്ടുപേർക്കും ലഭിക്കുന്ന ബെനഫിറ്റ്സ് ആണ് ഇനി പറയുന്നത്, ശ്രദ്ധിക്കുക. Patient satisfaction surveys are an important way to scale how the patients feel about their experience with the practice. അല്ലെ, നമുക്കറിയാലോ, അതായത് അവർക്ക് ലഭിക്കുന്ന എക്സ്പീരിയൻസ് നിന്നും അവരുടെ അളവ്, അവരുടെ ഫീലിങ്സ് ആണ് അവിടെ അനുഭവപ്പെടുത്തുന്നത്, രേഖപ്പെടുത്തുന്നത്. Contented patient are more probable to suggest hospital to others. Contented എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് മറ്റുള്ളവർക്ക് നമ്മുടെ ഹോസ്പിറ്റല് സജസ്റ്റ് ചെയ്ത് കൊടുക്കും. നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾക്ക് ആ ഒരു ഹോസ്പിറ്റലിൽ പോയി നല്ല ഡോക്ടറാണ്, നല്ല അനുഭവമാണെങ്കിൽ നമ്മൾ മറ്റൊരാൾക്ക് അത് സജസ്റ്റ് ചെയ്ത് കൊടുക്കും. And they are also less probable to file complaints. അങ്ങനെ സാറ്റിസ്ഫൈഡ് ആയ പേഷ്യൻസിന്റെ കംപ്ലൈൻസ് വളരെ കുറവായിരിക്കും. അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവർക്ക് വേറെ കംപ്ലൈൻസും കാര്യങ്ങളൊന്നും വരില്ല. Aiming and maintaining high patient satisfaction score benefits medical organization and patients in a lot of ways. അതായത് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ നിലനിർത്തുകയാണെങ്കിൽ അത് പേഷ്യന്റിനും അതുപോലെ തന്നെ നമ്മളുടെ മെഡിക്കൽ ഓർഗനൈസേഷനും ഒത്തിരി ഹെൽപ്ഫുൾ ആണെന്ന്. ഇനി നമുക്ക് നോക്കാം, ഓരോ പോയിന്റ് ആണ് ഇനി പറയുന്നത്. പേഷ്യൻസിനും അതുപോലെ തന്നെ ഹോസ്പിറ്റലിനുള്ള ബെനിഫിറ്റ്സ് ആണ് നമ്മൾ ഇനി വായിക്കുന്നത്. അപ്പൊ അത് ഓരോ പോയിന്റ് ആണ്, അത് അതുപോലെ തന്നെ വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതൊന്ന് കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഫസ്റ്റ് വൺ, പേഷ്യന്റ് ലോയാലിറ്റി ആൻഡ് റിട്ടൻഷൻ. അതായത് പേഷ്യൻസിന്റെ വിശ്വസ്തതയും നിലനിർത്തലും. നോക്കാം, patients have more choice in connection with their health care than ever before. Satisfied patients are more probable to faithful patients. സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് അവര് കൂടുതൽ വിശ്വസ്തരായിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും. This is not only means they will schedule the necessary checkup, follow-ups and other required appointments, but they are more probable to keep them. അപ്പോ എന്താണ് പറയുന്നത്? സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള, സംതൃപ്തരായിട്ടുള്ള പേഷ്യൻസുകൾ അവര് കൂടുതലും വിശ്വസ്തരായിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കുന്നത്. ദിസ് ഈസ് നോട്ട് ഓൺലി, അതിന്റെ അർത്ഥം അവര് കൃത്യമായിട്ടുള്ള ചെക്കപ്പുകൾ നടത്തുന്നു, ഫോളോ അപ്പുകൾ നടത്തുന്നു, അപ്പോയിന്റ്മെന്റ്സുകൾ എടുക്കുന്നു എന്നല്ല, അതിനെ നിലനിർത്തുന്നു, കീപ്പ് ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതായത് അവര് ആ ഹോസ്പിറ്റലിൽ തന്നെ സ്ഥിരമായിട്ട് വരുന്നു, അല്ലെ, ഫോളോ അപ്പുകൾ എടുക്കുന്നു, ആ സ്ഥിരമായിട്ട് ഒരു ഡോക്ടേഴ്സിനെ തന്നെ കാണുന്നു, കീപ്പ് ചെയ്യുന്നത്, ആ ഒരു സ്ഥിരമായിട്ട് ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെ ചൂസ് ചെയ്യുന്നത്. Then satisfied patient are also brand ambassador for hospital. Underline ചെയ്യാൻ ഇമ്പോർട്ടന്റ് ആണ്. സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ് ഹോസ്പിറ്റലിന്റെ ബ്രാൻഡ് അംബാസിഡേഴ്സ് എന്ന് പറയുന്നത്. Underline ചെയ്യാം, satisfied patients are also brand ambassador for hospitals. They tell their friends and family about good experience and bad ones with their friends and the family. അല്ലെ, അവര് അവരുടെ ഫ്രണ്ട്സിന് ഹോസ്പിറ്റലിൽ നിന്നുള്ള ഗുഡ് എക്സ്പീരിയൻസും ബാഡ് വൺസും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുന്നു. അല്ലെ, നമ്മളും അങ്ങനെ തന്നെയല്ലേ, നമ്മളുടെ ഫ്രണ്ട്സിന് നല്ല എക്സ്പീരിയൻസ് ആയാലും ചീത്ത എക്സ്പീരിയൻസ് ആയാലും നമ്മൾ പറഞ്ഞു കൊടുക്കും. ചീത്ത എക്സ്പീരിയൻസ് ആണെങ്കിൽ, ബാഡ് എക്സ്പീരിയൻസ് ആണെങ്കിൽ നമ്മൾ എന്തായിരിക്കും പറയുന്നത്? നിങ്ങളൊരു ഹോസ്പിറ്റലിൽ പോയി, നിങ്ങൾക്ക് ഭയങ്കര ബാഡ് എക്സ്പീരിയൻസ് ആണ് അവിടെ നിന്ന് അനുഭവപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനോട് എന്തായിരിക്കും പറയുക? വളരെ നല്ല ഹോസ്പിറ്റലാണ്, നിങ്ങൾ അങ്ങനെ പോയിക്കോളൂ എന്നാണോ പറയുന്നത്? അങ്ങനെയാണോ?
അങ്ങനെയാണോ പറയാറ്? നമുക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ആണ് ഫീൽ ചെയ്തതെങ്കിൽ നമ്മളുടെ ഫ്രണ്ട്സിന് നമ്മൾ എന്ത് സജസ്റ്റ് ചെയ്ത് കൊടുക്കും? പോകണ്ട എന്ന് പറയുള്ളൂ അല്ലെ? അവിടുത്തെ എക്സ്പീരിയൻസ് വളരെ മോശമാണ്, നിങ്ങൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റല് ചൂസ് ചെയ്തോളൂ കേട്ടാ, അല്ലെ? എന്നല്ലേ പറയാറ്? നമ്മൾ പറയുന്നത് ഗുഡ് എക്സ്പീരിയൻസ് ആയാലും ബാഡ് എക്സ്പീരിയൻസ് ആയാലും നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇതാണ് പേഷ്യന്റ് ലോയാലിറ്റി ആൻഡ് റിട്ടൻഷൻസിൽ പറയുന്നത്. സെന്റൻസുകൾ ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ടൊക്കെ തോന്നിയേക്കാം, കുഴപ്പമില്ല, അത് അതുപോലെ തന്നെ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. ഇൻക്രീസ്ഡ് പ്രോഫിറ്റബിലിറ്റി. പ്രോഫിറ്റബിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രോഫിറ്റബിലിറ്റി ലാഭം അല്ലെ? വർദ്ധിച്ച ലാഭക്ഷമത. അത് ആർക്കായിരിക്കും ലാഭം കിട്ടുന്നത്? പേഷ്യന്റിനാണോ ഹോസ്പിറ്റലിനാണോ പ്രോഫിറ്റബിലിറ്റി കിട്ടുന്നത്? പേഷ്യന്റിനാണോ ഹോസ്പിറ്റലിനാണോ പ്രോഫിറ്റ് കിട്ടുന്നത്? ഹോസ്പിറ്റലിനാണ്. നമുക്ക് പ്രോഫിറ്റ് ഒന്നുമില്ല, നമുക്ക് നഷ്ടം മാത്രമേ ഉള്ളൂ അല്ലെ? നോക്കാം. Contented patients eventually to increase profit for hospital in many ways അല്ലെ? സംതൃപ്തരായിട്ടുള്ള, കണ്ടന്റഡ് മീൻസ് സാറ്റിസ്ഫൈഡ്, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് പലതരത്തില് ഹോസ്പിറ്റലിൽ ലാഭം ഉണ്ടാക്കും അല്ലെ? എങ്ങനെയൊക്കെയാണ് ഹോസ്പിറ്റലിൽ അവർ ലാഭം ഉണ്ടാക്കുന്നത്? അവര് ഹോസ്പിറ്റലിൽ വരും, അപ്പൊ അവരുടെ ട്രീറ്റ്മെന്റ്സിൽ നമുക്ക് ഫീസും കാര്യങ്ങളും ലഭിക്കും. അതുപോലെ തന്നെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളവർ മറ്റുള്ളവർക്കും കൂടി പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഹോസ്പിറ്റലിൽ ആളുകൾ കൂടാനും ചാൻസ് ഉണ്ട്. Contented patients show up their appointments, which means that hospitals don't lose money on dead hours during the day. അതായത് അവിടെ ഉദ്ദേശിക്കുന്നത് അതായത് കണ്ടന്റഡ് ആയിട്ടുള്ള സാറ്റിസ്ഫൈഡ് പീപ്പിൾസ് എപ്പോഴും അവരുടെ അപ്പോയിന്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യും അവര്. വിച്ച് മീൻസ് ഹോസ്പിറ്റൽ ഡോണ്ട് ലോസ് മണി ഓൺ ഡെഡ് അവേഴ്സ് ഡ്യൂറിങ് ദ ഡേ. അതായത് ഒരു ഡേയില്, അതായത് പകൽ ടൈമുകളിൽ ഒരിക്കലും വേസ്റ്റ് ആവുന്നില്ല ഹോസ്പിറ്റലിൽ. അതായത് അവിടെ ആ ടൈമില് കൂടുതലും പേഷ്യൻസ് വന്നുകൊണ്ടിരിക്കുകയാണെന്ന്. സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസും അതുപോലെ തന്നെ അവര് സജസ്റ്റ് ചെയ്തിട്ടുള്ള പേഷ്യൻസും ഡ്യൂറിങ് ദ ഡെയിലി അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവിടെ വേസ്റ്റ് ആകുന്നില്ല അവർക്ക് ടൈമും കാര്യങ്ങളും. സെക്കൻഡ്, they also provide a grand review and patient satisfaction survey result. അല്ലെ? അതായത് ഗ്രാൻഡ് റിവ്യൂസ് കൊടുക്കുകയാണ് അവര് പേഷ്യൻസിനായാലും മറ്റുള്ളവർക്കും അല്ലെ? മഹത്തായ അവലോകനങ്ങളും സംതൃപ്തി സർവേകളും ഫലങ്ങൾ നൽകുന്നുണ്ട് അവര്. സർവേകൾ നടത്തുമ്പോൾ അതിന്റെ റിസൾട്ടുകളും ലഭിക്കുന്നുണ്ട്. That leads to new patient acquisition and improved insurance reimbursement. റീഇംബേഴ്സ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് ലഭിക്കുന്നു എന്നുള്ളൊരു അർത്ഥമാണ് കേട്ടോ. അതായത് പുതിയ രോഗിയെ ഏറ്റെടുക്കലും അതുപോലെ പുതിയ രോഗികളൊക്കെ വരികയും ചെയ്യും. അതുപോലെ തന്നെ ഇൻഷുറൻസ് റീഇംബേഴ്സ്മെന്റ്, മെച്ചപ്പെട്ട തിരിച്ച് നമുക്ക് ലഭിക്കുന്നു. അതായത് കൂടുതൽ തിരിച്ചടവ് ലഭിക്കുന്നു. തിരിച്ചടവ് എന്ന് ഉദ്ദേശിക്കുന്നത് പുതിയ പേഷ്യൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് അവരിൽ നിന്നും പൈസ ഒക്കെ ലഭിക്കുന്നില്ലേ? ഫ്രീ ചികിത്സയൊന്നും അല്ലല്ലോ ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് ലഭിക്കുന്നുണ്ട്. കൂടുതൽ പേഷ്യൻസ് വരുന്നു, പഴയ പേഷ്യൻസ് സജസ്റ്റ് ചെയ്തിട്ടുള്ള കൂടുതൽ പേഷ്യൻസ് ഒക്കെ വരുമ്പോൾ അതിൽ നിന്നും ഹോസ്പിറ്റലിന് കൂടുതൽ ലാഭം കിട്ടുന്നു, പ്രോഫിറ്റ് കിട്ടുന്നു. ആ ഒരൊറ്റ കാര്യമാണ് അവിടെ പറയുന്നത്. അത് പല നമുക്കൊരു വായിച്ചൊരു ഓർഡർ അല്ലാത്ത രീതിയിലുള്ള സെന്റൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ പേഷ്യൻസ് കൂടുതൽ വരുന്നു, ദെൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് അവരുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും സജസ്റ്റ് ചെയ്യുമ്പോൾ കൂടുതൽ പേഷ്യൻസ് അവിടെ ഡ്യൂറിങ് ഡേയിൽ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? അവർക്ക് പ്രോഫിറ്റബിൾ കൂടുകയാണ്, വരുമാനം കൂടുതലാണ് ഹോസ്പിറ്റലിന്. ഓക്കെ, ഇത്രയും മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് വായിക്കുമ്പോൾ അത് കുറച്ച് ടഫായിട്ട് തോന്നിയേക്കാം. സെന്റൻസിൽ അത്ര മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, രണ്ട് പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഫസ്റ്റ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ബെനഫിറ്റ്, ആ പാരഗ്രാഫ് വായിക്കുക. രണ്ട് പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം. അത് ഇച്ചിരി ബുദ്ധിമുട്ടെന്നല്ല, ആ സെന്റൻസുകൾ അങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് വായിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് റീസൺസ് പോലെ അത്ര സിമ്പിൾ ആയിട്ട് വായിച്ചു പോകാൻ പറ്റാത്ത ഒന്നാണ്. അത് അതുപോലെ തന്നെ നമ്മൾ വായിച്ച് തന്നെ മനസ്സിലാക്കിയേ പറ്റും. ഓക്കെ, വായിച്ചു നോക്കാം. ഫസ്റ്റ് പാരഗ്രാഫും രണ്ട് പോയിന്റും ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ.
വായിച്ചോ പോയിന്റ്സ് രണ്ടെണ്ണം? ഒന്ന് രണ്ട് പ്രാവശ്യം വായിച്ചത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് കേട്ടോ അവിടെ പറയുന്നത്. കുറച്ച് വായിക്കുമ്പോൾ വേർഡ്സുകൾ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വേർഡുകളാണ്. അപ്പൊ അതുപോലെ തന്നെ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ കേട്ടോ. ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കേണ്ട, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം കേട്ടോ. വായിക്കുമ്പോൾ ഇനി തന്നെ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നും ഇല്ല. അതൊക്കെ ചില കോമൺ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണല്ലോ, അത് ജനറൽ ആണ് കേട്ടോ. അതുകൊണ്ട് അതുപോലെ തന്നെ നമുക്ക് വായിക്കണം. ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു പോയിന്റും കൂടി നമുക്കൊന്ന് കവർ ചെയ്യാം കേട്ടോ. നോക്കാം. എൻഹാൻസ്ഡ് സ്റ്റാഫ് മൊറൈൽ, സ്റ്റാഫുകളുടെ മനോവീര്യം വർദ്ധിപ്പിക്കാം. നോക്കാം. Generating a patient-focused culture does not have to come at the cost of employee satisfaction. In fact, taking steps to involve and motivate your staff is a crucial part of delivering outstanding patient care. അല്ലെ, ഇപ്പൊ നമുക്കറിയാം, ഇപ്പോ നമുക്കൊരു ഹോസ്പിറ്റലിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു രോഗി കേന്ദ്രീകൃതമാണ് അല്ലെ. അതായത് പേഷ്യന്റിനെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പരിചരണവും കെയറുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നൽകിക്കൊണ്ട് വരുന്നത്. അപ്പൊ ഒരു പേഷ്യന്റ് ഫോക്കസ്ഡ് ആണെന്ന് അവിടെ നമ്മൾ അധികം സ്റ്റാഫുകൾക്ക് പ്രാധാന്യം കൊടുക്കാറില്ല. അപ്പോൾ ഇവിടെ പറയുന്നത് ഇൻ ഫാക്ട് ടേക്കിംഗ് സ്റ്റെപ്സ് ടു ഇൻവോൾവ് ആൻഡ് മോട്ടിവേറ്റ് യുവർ സ്റ്റാഫ്, നമ്മളുടെ സ്റ്റാഫുകളെ ജീവനക്കാരുടെ മനോവീര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി അവർക്ക് മോട്ടിവേഷൻ കൊടുക്കാറുണ്ട്. അപ്പോ എന്താണ് ജീവനക്കാരുടെ സംതൃപ്തി, അവർക്കും ഒരു സാറ്റിസ്ഫൈഡ് ആകാൻ വേണ്ടിയിട്ട് അവർക്ക് മോട്ടിവേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ ജീവനക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ പ്രചോദിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് അവർക്ക് മോട്ടിവേഷൻസ് ഒക്കെ നടപടികൾ ഉൾക്കൊള്ളുന്നത് അവർക്കപ്പോ മികച്ചൊരു പരിചരണം, ഔട്ട്സ്റ്റാൻഡിങ് മികച്ച ഒരു പരിചരണം പേഷ്യൻസിന് കൊടുക്കാൻ സാധിക്കുന്നു അല്ലെ. ഇപ്പൊ നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തിയിൽ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് നമ്മൾ പെർഫോം ചെയ്യും അല്ലെ. നമുക്കൊരു മോട്ടിവേഷൻ, നമുക്ക് ചിലപ്പോൾ ഒരാളുടെ ഒരു മോട്ടിവേഷന്റെ കുറവായിരിക്കാം. അപ്പൊ ആ ഒരു മോട്ടിവേഷൻ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഇവിടെ പറയുന്നത് സ്റ്റാഫിന് മോട്ടിവേറ്റ് നല്ല രീതിയിൽ അവരെ പ്രചോദനം കൊടുക്കുക. അപ്പോൾ അവർക്ക് ഔട്ട്സ്റ്റാൻഡിങ് പേഷ്യന്റ് കെയർ അവർക്ക് നൽകാനായിട്ട് സാധിക്കുന്നു. ഇപ്പൊ നിങ്ങൾ തന്നെ നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ ആരെങ്കിലും ഒരാള് പുറകെ നിന്ന് ഇങ്ങനെ പുഷ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കും ഇല്ലേ? പഠിക്കോ? എന്നാലും പഠിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. എങ്കിലും നമ്മൾ ഒരാള് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിൽ ആ ഒരു ഇത് കയറും, നമുക്ക് പഠിക്കണം, നമുക്ക് കിട്ടണം. ആ മോട്ടിവേറ്റ് ചെയ്ത ആളുടെ വാക്കുകൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും ഇല്ലേ? അങ്ങനെയുണ്ടോ ആർക്കെങ്കിലും മോട്ടിവേഷൻ?
നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു മോട്ടിവേഷൻ. നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഒരാള് നമുക്ക് ഉണ്ടായിരിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ് അല്ലെ. ഇപ്പൊ നമുക്ക് ഒരാളുടെ ഇപ്പൊ ടീച്ചേഴ്സ് ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഫ്രണ്ട്സ് ആകാം ഇല്ലേ. അപ്പൊ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ആരെങ്കിലും നിങ്ങളെ മോട്ടിവേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തിയിൽ എക്സാക്ട് ആയിട്ട് നല്ല രീതിയിൽ ഒരു ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടായിരിക്കും അല്ലെ. നമുക്കിവിടെ മോട്ടിവേഷൻ ചെയ്യാനൊന്നും ടൈമൊന്നും കിട്ടണില്ല എങ്കിലും ഇടയ്ക്ക് ഞാൻ പറയാറുണ്ട് നിങ്ങളോട്, നമുക്കൊരു ജോലി വേണം, നമുക്ക് ഭാവിയിൽ ജോലിയിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. അപ്പൊ അതെല്ലാം അതാണ് ഇവിടെ പറയുന്നത്, സ്റ്റാഫിന് ഒരു മോട്ടിവേഷൻസ് കൊടുക്കുക. ഓക്കെ. Healthcare settings are often a high-stress environment. Training and strengthening the employees makes them able to perform their jobs to the best of their abilities and makes them feel valued and increase staff retention. Experienced staff know how to carry out attentive service, patient-focused service that help to boost patient satisfaction scores. എന്താണ് പറയുന്നത്, ഹെൽത്ത് കെയർ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രെസ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണെന്ന് അല്ലെ. ഏതൊരു ജോലിയിലായാലും നമുക്ക് കുറച്ച് സ്ട്രെസ്സും സ്ട്രെയിൻ ഒക്കെ ഉണ്ടാവും. ഹെൽത്ത് കെയർ ആവുമ്പോ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരുണ്ടോ ആരെങ്കിലും ഈ കൂട്ടത്തില്? ഏതെങ്കിലും ഫീൽഡില് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തവരുണ്ടോ? ആരുമില്ല, ആരുമില്ല. ഓക്കെ. അപ്പോ ഈ ഹോസ്പിറ്റൽ ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്ട്രെസ് എടുത്തൊരു ഏരിയ ആണ്. അവിടുത്തെ ഒരു എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. വർക്കിലായാലും കുറച്ച് സ്ട്രെസ്സും സ്ട്രെയിൻ ഒക്കെ നമ്മൾ എടുക്കേണ്ടതുണ്ട് അല്ലെ. അപ്പോ അവിടുത്തെ സ്റ്റാഫുകൾക്ക് അത്യാവശ്യം സ്ട്രെസ്സും സ്ട്രെയിൻ ഒക്കെ ഉണ്ട്. അപ്പൊ അതിനിടയിൽ കൂടി അവർക്ക് ഒരു മോട്ടിവേഷൻ കൂടി നമ്മൾ നൽകുകയാണെങ്കിൽ അവർക്ക് നല്ലൊരു കെയർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ദെൻ ട്രെയിനിങ് ആൻഡ് സ്ട്രെങ്തനിങ് ഓഫ് ദ എംപ്ലോയി അല്ലെ. അപ്പൊ അവർക്ക് എന്ത് വേണം, ഹെൽത്ത് കെയർ ക്രമീകരണങ്ങൾ എപ്പോഴും ഭയങ്കര സ്ട്രെസ് ആയിട്ടുള്ള ഒന്നാണ്. അതിനാൽ തന്നെ ഈ സ്റ്റാഫുകൾക്ക് കുറച്ച് ട്രെയിനിങ്സുകളും പരിശീലനങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവരുടെ ജോലി അവർക്ക് മികച്ച രീതിയിൽ നല്ല രീതിയിൽ അവർക്ക് കാഴ്ചവെക്കാൻ പറ്റുന്നു. കുറച്ച് ട്രെയിനിങ്സും അവരുടെ സ്ട്രെസ് ഒക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ഒന്ന് ട്രെയിനിങ് ഒക്കെ കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് മോട്ടിവേഷൻസ് പ്രോഗ്രാംസുകളൊക്കെ എന്തെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്യാം. അപ്പൊ അവരുടെ പകുതി സ്ട്രെസ് കുറയുകയും ചെയ്യും. നല്ല രീതിയിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ജോലി അവർക്ക് നല്ല രീതിയിൽ നിർവഹിക്കാനും പറ്റുന്നു. ഇനി എന്താ പറയുന്നത്, അതുപോലെ തന്നെ എക്സ്പീരിയൻസ് സ്റ്റാഫ് to know how to carry out attentive service, patient-focused service that help to boost patient satisfaction scores. അവരുടെ കഴിവുകൾ മനസ്സിലാക്കുക. സ്റ്റാഫുകൾക്ക് ഒത്തിരി കഴിവുകൾ ഉണ്ടാകും അല്ലെ. അപ്പൊ അവരുടെ കഴിവുകൾ വിലമതിക്കുകയും അതായത് അവരെ മനസ്സിലാക്കുക, കഴിവിനെ മനസ്സിലാക്കുകയും അതുപോലെ തന്നെ ആ ജീവനക്കാരെ അപ്പൊ നിലനിർത്താനും പറ്റും. അവരുടെ ഓരോ സ്റ്റാഫിനും ഓരോ കഴിവുകളുണ്ട്, അത് തിരിച്ചറിയുകയാണ്. അത് തിരിച്ചറിഞ്ഞിട്ട് അവരെ നിലനിർത്തുകയാണെങ്കിൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോർ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നു. കാരണം നല്ല രീതിയിൽ സ്റ്റാഫുകൾ അവരുടെ പ്രകടനം കാഴ്ചവെക്കും. അവർക്കൊരു മോട്ടിവേഷൻ കൊടുത്താൽ മതി. നമ്മള് ട്രെയിനിങ് പ്രോഗ്രാംസോ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങൾ മികവുറ്റതാക്കും. ഓക്കെ. ഇത്രയും ആണ് അവിടെ പറയുന്നത്. ഇത് വായിച്ചു നോക്കാം സ്റ്റാഫ് മൊറയിൽ കേട്ടോ. സിമ്പിൾ ആക്കി ഞാൻ അതിന്റെ മീനിങ് പറഞ്ഞു തന്നതാണ് കേട്ടോ നിങ്ങൾക്ക്. ചിലപ്പോൾ നിങ്ങൾക്ക് അത് വായിക്കുമ്പോൾ അത് മനസ്സിലാകില്ല. അത്രയും അതിനകത്ത് പറയുന്നുള്ളൂ. നമുക്കത് നമ്മുടേതായ രീതിയിൽ മനസ്സിലാക്കി വായിച്ചാൽ മതി. വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, വായിച്ചോ? ഇപ്പൊ നമ്മുടെ ബെനഫിറ്റില്
3 പോയിന്റ് ആണ് പറഞ്ഞത്. പേഷ്യന്റ് ലോയാലിറ്റി ആൻഡ് റിട്ടൻഷൻ, ഇൻക്രീസ്ഡ് പ്രോഫിറ്റബിലിറ്റി, എൻഹാൻസ്ഡ് സ്റ്റാഫ് മൊറൈൽ. 3 പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി ഹയർ പ്രൊഡക്ടിവിറ്റി, റെപ്യൂട്ടേഷൻ, ബെറ്റർ ക്ലിനിക്കൽ ഔട്ട്കംസ്. 3 പോയിന്റ് കൂടി ഇനി പറയാനുണ്ട്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. അപ്പൊ എടുത്ത് അത്രയും വായിക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നിക്കാണും, അല്ലെങ്കിൽ ബോറിംഗ് ഒക്കെ ഉള്ളൊരു ഏരിയ ആണ് എങ്കിലും കുഴപ്പമില്ല, നമ്മൾ വായിച്ച് തന്നെ അത് മനസ്സിലാക്കണം. പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ ആണോ? നമുക്ക് ആ ഒരു രീതിയിൽ മാത്രം അതിന്റെ മീനിങ് പറഞ്ഞു പോകാൻ പറ്റുള്ളൂ കേട്ടോ. കുറച്ചും കൂടി നിങ്ങളുടേതായിട്ടുള്ള ഒരു രീതിയിലോട്ട് മാറ്റിയിട്ടാണ് ഞാൻ ചെറിയ രീതിയിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി തന്നത് കേട്ടോ. നമുക്ക് ഈ ഓരോ സെന്റൻസും എടുത്തെടുത്ത് വായിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് അത്. അതുകൊണ്ടാണ് ഞാൻ വായിച്ചിട്ട് അത് എന്താണോ അതിന്റെ ഉള്ളിൽ പറയുന്നതെന്ന് സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞു തന്നത്. കുഴപ്പമില്ലല്ലോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണോ? നിങ്ങൾ വായിക്കാം, നന്നായിട്ട് വായിക്കാം. നമ്മൾ വായിക്കേണ്ട ഭാഗങ്ങൾ നമ്മൾ തന്നെ ഒന്ന് വായിച്ച് ക്ലിയർ ആക്കണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു സെക്ഷൻ തന്നെയാണ് നമ്മള് അപ്പൊ അത് മാക്സിമം ഞാൻ സിമ്പിൾ ആയിട്ട് അത് പറഞ്ഞു തരാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത 3 ബെനിഫിറ്റും കൂടി നമുക്ക് നോക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗം കൂടി ഈ ഒരു ചാപ്റ്ററിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇനി അടുത്ത സെക്ഷൻസ് നോക്കാം. Okay, thank you all. Thank you, ma'am.